वल्लभ जय गिरिवरधारी जय गिरिवरधारी यशोदानन्दन व्रज जन रञ्जन यशोदानन्दन व्रज जन रञ्जन यशोदानन्दन व्रज जन रञ्जन यशोदनन्दन व्रज जन रञ्जन यमुनतीरा वनचार्य यमुनातीरा Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മുടെ ശ്രീമദ് ഭാഗവത് പഠന സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ പഠന ശിബിരത്തിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ 3 ദിവസത്തെ സെഷനിൽ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ 6 ചോദ്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. നൈമിഷാരണ്യത്തിൽ ഋഷിമാർ സൂത ഗോസ്വാമി എടുത്ത് ചോദിച്ച 6 ചോദ്യങ്ങൾ അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ആർക്കെങ്കിലൊക്കെ ഓർമ്മയുണ്ടോ ആ 6 ക്വസ്റ്റ്യൻസും എന്തൊക്കെയാണെന്ന്? ആർക്കെങ്കിലൊക്കെ ഓർമ്മയുണ്ടോ? ആരുടെയാണ് കൊള്ളാവുന്ന ഹാൻഡ് റൈറ്റിംഗ്? ആരുടെ കൊള്ളാവുന്ന ഹാൻഡ് റൈറ്റിംഗ്? ആരുടെ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്? ഓക്കെ, ഓർമ്മയുണ്ടോ ആ 6 ക്വസ്റ്റ്യൻസ്? അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും. നമ്മൾ കഴിഞ്ഞ ഒരു 3 ദിവസം തുടർച്ചയായി ഭാഗവതത്തിൽ നൈമിഷാരണ്യത്തിൽ ഋഷിമാർ മൊത്തം 16,000 ഋഷിമാർ ഒരുമിച്ച് കൂടി നൈമിഷാരണ്യത്തിൽ സൂത ഗോസ്വാമി എടുത്ത് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ 6 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 6 ചോദ്യങ്ങളാണ് പിന്നീട് ഭാഗവതം രൂപം കൊള്ളാൻ കാരണമായത്. സോ ഈ 6 ചോദ്യങ്ങൾ എന്തൊക്കെ ഓർമ്മയുണ്ട്? ആരും ചെയ്തോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. കഴിഞ്ഞ സെഷനിൽ എത്ര പേരുണ്ടായിരുന്നു? എല്ലാരും ഉണ്ടായിരുന്നു. മാതാജി ആൻസർ ചെയ്യണം. മാതാജിക്ക് 6 ക്വസ്റ്റ്യൻ അറിയാമോ? ആൻസർ ചെയ്യണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അൾട്ടിമേറ്റ് ഗുഡ് ഫോർ പീപ്പിൾ. രണ്ടാമത്തത് എസൻസ് ഓഫ് സ്ക്രിപ്ചേഴ്സ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓർഡറിലില്ലെങ്കിലും കുഴപ്പമില്ല. Yeah, 2 kinds of avatars. What are they? Okay.
Fourth, third വിട്ടേക്ക്. Fourth and 5. Gunavatar and Leelavatar. 4 Gunavatar, 5 Leelavatar. Okay. പിന്നെ ചോദ്യം 3 ചോദ്യം 6. കൃഷ്ണ ഭഗവാൻ അവതരിക്കാൻ, തേർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3. കൃഷ്ണ ഭഗവാൻ അവതരിക്കാൻ കാരണം, പർപ്പസ് ബിഹൈൻഡ് കൃഷ്ണസ് അപ്പിയറൻസ്. അതും പ്രത്യേകിച്ച് എനിവേ ദേവകിയുടെയും വസുദേവരുടെയും മകനായിട്ട്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6. ആറാമത്തെ ചോദ്യം. ഭഗവാൻ പോയതിനു ശേഷം ധർമ്മ എവിടെയാണ് ശരണം പ്രാപിച്ചത്? Where did Dharma took shelter after Krishna's disappearance? ഭഗവാൻ ഭൂമിയിലിരുന്ന് തിരിച്ചു പോയതിനു ശേഷം ധർമ്മം എവിടെ ശരണം പ്രാപിച്ചു? എല്ലാവർക്കും വളരെ നല്ല ഓർമ്മശക്തി ഉള്ളത് കൊണ്ട് വലിയൊരു അഭിനന്ദനം. ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിന് ഒരു പ്രയോജനവും ഇല്ലാന്ന്. ഓക്കെ. സോ ഇന്ന് നമ്മള് ഫസ്റ്റ് 2 ക്വസ്റ്റ്യനാണ്, അതായത് ഈ 6 ചോദ്യങ്ങളാണ് ശ്രീമദ് ഭാഗവതം ഉത്ഭവിക്കാൻ കാരണമായത്. ആദ്യം ശ്രീമദ് ഭാഗവതം 4, ആദ്യത്തെ 2 വിട്ടിട്ട് ബാക്കി വായിച്ചു. അത് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം 4 ചതുശ്ലോകി ഭാഗവതമായിരുന്നു. പിന്നീട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഓർമ്മയുണ്ടോ എന്നറിയില്ല, 3-4 ട്രാക്കിൽ കൂടെ ഡിസ്കഷൻസ് നടന്നു, ചർച്ച. പരീക്ഷിത്ത് സുഖദേവ് ഗോസ്വാമിയുടെ സംഭാഷണം, സൂത പൗരാണികനും നൈമിഷാരണ്യത്തിലുള്ള ഋഷിമാരുടെ സംഭാഷണം, പിന്നെ ശിവപാർവതി, പിന്നെ മഹർഷിമാർ. ഇതെല്ലാം ഫൈനലി വന്നപ്പോഴാണ് 18,000 ശ്ലോകമായി ശ്രീമദ് ഭാഗവതം ഉത്ഭവിച്ചത്. യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ 14,000 ശ്ലോകമേ ഉള്ളൂ, 18,000 ശ്ലോകമില്ല. ചില ശ്ലോകങ്ങളിൽ 3 വരി, ചില ശ്ലോകങ്ങളിൽ 6 വരി, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ 32 സിലബൽ വെച്ച് 4 ശ്ലോക വരിയായി വീതിച്ചാല് മൊത്തം 18,000 ശ്ലോകങ്ങൾ. ഈ 18,000 ശ്ലോകത്തിലും ഈ 6 ക്വസ്റ്റ്യൻസ് ആണ് കാരണം. പിന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് ഇതും ചർച്ച ചെയ്തു, ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കണം. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോ ആ അധ്യാപകന് അല്ലെങ്കിൽ അത് വിവരിക്കുന്ന ഗുരുവിന്, പണ്ഡിതന്, നമുക്ക് ഉത്തരം പറഞ്ഞു തരുന്ന ആ വ്യക്തിക്ക് ഹൃദയം തൃപ്തികരമാകുന്ന രീതിയിൽ വേണം ചോദ്യം ചോദിക്കാൻ. ആ വ്യക്തിക്ക് എത്ര അറിയാം എന്ന് അളന്നു തൂക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ടീച്ചറിന് എത്ര അറിയാം എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ചോദ്യം ചോദിക്കാൻ പാടില്ല. നമ്മുടെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. വിനയത്തോട്, ഇപ്പൊ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാല് നൈമിഷാരണ്യ ഋഷിമാരെല്ലാം മനോഹരമായി സംസാരിച്ച് സൂത ഗോസ്വാമിയെ പ്രസന്നനാക്കും. എന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പരീക്ഷിത്ത് ശുകദേവ ഗോസ്വാമിയെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിനെ പ്രസന്നനാക്കും. എന്നിട്ടാണ് സംഭാഷണം വരുന്നത്. അങ്ങനത്തെ ചോദ്യങ്ങൾ വേണം ചോദിക്കാൻ. ആ ചോദിക്കുന്ന ചോദ്യം എന്റെ ഹൃദയഗ്രന്ഥി, ഹൃദയത്തിന്റെ കെട്ടുകളെ മുറിക്കാൻ, എന്നെ മുക്തനാക്കാൻ സഹായിക്കുന്ന ചോദ്യം ചോദിക്കണം. ഇപ്പൊ ഒരു വലിയ ഋഷിയെ കണ്ടാൽ, സാധുവിനെ കണ്ടാൽ, ഒരു മഹാരാജിനെ കണ്ടാൽ, മഹാരാജിന്റെ മൊബൈൽ ഫോണിന്റെ ബ്രാൻഡ് എന്താണ്, എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, എവിടെ വെച്ചാ വാങ്ങിച്ചത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണോ ചോദിക്കേണ്ടത്? ഇല്ല. എന്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല, ഒന്ന് അനുഗ്രഹിച്ചു തരൂ, അത് ചോദിക്കാമോ? അത് ചോദിക്കാമോ? പാടില്ലേ? അതൊന്നും പ്രസക്തി ഇല്ലാത്തതാണ്. അതായത് രാമായണത്തിൽ പറയുന്നു,
ഒരു ദിവസം ജനക മഹാരാജാവ് തന്റെ കൊട്ടാരത്തിൽ ഇരുന്ന സമയത്ത് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് മയങ്ങി ഇരുന്ന കസേരയിൽ തന്നെ, സിംഹാസനത്തിൽ തന്നെ ജനക മഹാരാജ് ഒന്ന് മയങ്ങി. ആരാണ് ജനക മഹാരാജ്? സീതാമാതാരാജ്. ഒന്ന് മയങ്ങിയപ്പോ ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? അദ്ദേഹത്തിനെ ഒരു കടുവ, സിംഹം ഓട്ടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. ആളിങ്ങനെ വേർത്ത് കുളിച്ചു ഓടാണ്. ബാക്കിൽ തന്നെ സിംഹം അദ്ദേഹത്തിനെ പിടിക്കാൻ ഓട്ടിക്കുന്നു. ജനക മഹാരാജ് ആകെ അപശനായി ഭയം കൊണ്ട് ജീവനെ കയ്യിൽ പിടിച്ച് ജീവനെ രക്ഷിക്കാനുള്ള ഓട്ടം. ജനക മഹാരാജാവിന്റെ പുറകെ ആരാണ്? ഇദ്ദേഹം നെട്ടി അങ്ങ് ഉണർന്നു, ഉറക്കത്തിലിരുന്നു. ഉണർന്നപ്പോ മുഖത്തെല്ലാം വിയർപ്പ്, വെള്ളം ദാഹിക്കുന്നു. കലത്തിന്ന് വെള്ളം എടുത്ത് കുടിച്ചു, ഒന്ന് സമാധാനമായി. അപ്പൊ ജനക മഹാരാജാവിന് ഒരു സംശയം തോന്നി. ഏതാണ് റിയൽ, സത്യം? ജനകനായ രാജാവ് സ്വപ്നം കാണുന്നതാണോ സത്യം? അല്ല, പുലി ഓട്ടിക്കുന്ന രാജാവ് ഇപ്പൊ ചക്രവർത്തിയായി സിംഹാസനത്തിൽ ഇരിക്കുന്നതാണോ സ്വപ്നം? മനസ്സിലായോ? കാരണം ഇദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് നെട്ടി എണീച്ചപ്പോ മൊത്തം വിയർപ്പ്, ഭയന്നിരിക്കുകയാണ്, വെള്ളം ദാഹിക്കുന്നു. അപ്പൊ അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? എല്ലാരും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈ കുന്നിന്റെ പുറത്ത് നിന്ന് വീഴുന്നത്, 30 നില ബിൽഡിംഗിൽ നിന്ന് താഴെ വീഴുന്നത്, ഉറങ്ങിക്കിടക്കുമ്പോ ഫാന് നമ്മുടെ തലയിൽ വീഴുന്നത്, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? വെറൈറ്റി സ്വപ്നം ഒന്നും കണ്ടിട്ടില്ലേ? എല്ലാരും ഏതെങ്കിലും ഒരു ഏജ്, യങ് ഏജിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വണ്ടി വന്ന് ഇടിക്കുന്നത്, അമ്മ ആട്ടുകല്ലെടുത്ത് തലയിലിടുന്നത്, പല പല സ്വപ്നം, എല്ലാ അർത്ഥശൂന്യമായ സ്വപ്നമൊക്കെ നമ്മൾ കാണും. പെട്ടെന്ന് നമ്മൾ നെട്ടിയങ്ങ് ഉണരും, ഉണർന്ന് ഭയന്നിരിക്കും, വേർതിരിക്കും. അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ജനക മഹാരാജാവിന് ഒരു സംശയം തോന്നി. കാരണം ശരിക്കും നെറ്റിയൊക്കെ വേർതിരിക്കുക, അവശനായിരിക്കുക. അപ്പോഴാണ് അവിടെ അഷ്ടവക്ര മുനി വരുന്നത്. കൊട്ടാരത്തിനകത്ത് അഷ്ടവക്ര മഹർഷി, അഷ്ടവക്ര മുനി കയറി വരുന്നു. ഉടനെ ജനകൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഏതാണ് റിയൽ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നതാണോ സത്യം? അല്ല, കുറച്ചു മുമ്പേ ഞാൻ സ്വപ്നം കണ്ടതാണോ സത്യം? കാരണം സ്വപ്നം കാണുന്ന സമയത്ത് നമ്മളത് റിയൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാണ്, അല്ലേ? സ്വപ്നത്തിന്റെ നടുക്കത് നമുക്ക് സ്വപ്നമാണെന്ന് തോന്നില്ല, ശരി സത്യമാണെന്ന് തന്നെ വിചാരിച്ച് ഓടും നമ്മൾ അതിനകത്ത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് അഷ്ടവക്ര മഹർഷി പറഞ്ഞ അഷ്ടവക്ര ഗീത. വളരെ ഫേമസ് ആയ ഒരു ഗ്രന്ഥം അഷ്ടവക്ര ഗീത. സോ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാല് എന്നെ സംസാര ബന്ധനത്തിലിരുന്ന് മുക്തനാക്കുന്ന ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ. അതാണ് ഉയർന്ന ചോദ്യങ്ങൾ. ബാക്കി ചോദ്യമൊന്നും തെറ്റില്ല, എന്നാലും അതിൽ പ്രസക്തിയില്ല. ഒരിക്കൽ ശ്രീല പ്രഭുപാദർ പറഞ്ഞു, അദ്ദേഹം തന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാർക്ക് വിവാഹം നടത്തി കൊടുക്കുകയാണ്. പ്രഭുപാദർ തന്നെ അവിടെ പുരോഹിതനായി ഇരുന്നു കൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് വിവാഹം നടത്തി കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് പ്രഭുപാദർ പറഞ്ഞു, ഒരു സന്യാസി ഇത്തരം കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, അതിന് പ്രസക്തിയില്ല. പക്ഷെ ഇപ്പൊ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് സന്യാസിമാരെടുത്തൊക്കെ ചെന്നിട്ട് നമ്മൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ ചോദിച്ചാൽ അവരും പ്രാർത്ഥിക്കും, പക്ഷെ അതിന് പ്രസക്തി ഉണ്ടോ ഇല്ലേ? ഇപ്പൊ എന്റെ പോക്കറ്റിൽ 100 രൂപ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും വന്ന് 50 രൂപ ചോദിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോക്കറ്റിൽ നിന്ന് 50 രൂപ കൊടുക്കാൻ പറ്റും. എന്റെ പോക്കറ്റിൽ 100 രൂപ ഉണ്ട്. നിങ്ങൾ വന്ന് 200 രൂപ ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റുമോ? ഇല്ല. ഒരു സന്യാസി ഗൃഹസ്ഥ ജീവിതം വേണ്ട, സർവസംഘ പരിത്യാഗിയായി നടക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് എന്റെ വിവാഹം നടക്കുന്നില്ല, എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തരാൻ പറ്റുമോ അത്? കാരണം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്.
സോ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഹിതമായതും എന്നെ ഭൗതിക സംസാര സാഗരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. പിന്നെ ഭാഗവതത്തിൽ ശുഖമഹർഷി ആൻസർ തന്നിരിക്കുന്നതെല്ലാം ഒരു ക്വസ്റ്റ്യൻ പരീക്ഷിത്ത് ഒരു ചോദ്യം ചോദിച്ചാലും ആ തരുന്ന ഉത്തരത്തിന് 6 വശമുണ്ടായിരിക്കും, 6 ആസ്പെക്ട് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? വെൻ, വേർ, വാട്ട്, വൈ, ഹു ആൻഡ് ഹൗ. ഇത് 6 ബേസ് ചെയ്താണ് ആൻസർ കൊടുക്കുന്നത്. ചോദ്യം ഒന്നാണെങ്കിലും ശുഖമഹർഷി തരുന്ന ആൻസറിൽ ഈ 6 ആസ്പെക്റ്റും കാണും. എന്തൊക്കെയാണ്? വെൻ, എപ്പ ഇത് നടന്നു, വേർ, എവിടെ വെച്ച് നടന്നു. അപ്പോ അജാമിളന്റെ കഥ പറയുമ്പോ ഫസ്റ്റില് കന്യാകുബ്ജം എന്ന് നാട്ടിന്റെ പേര് പറയും. കന്യാകുബ്ജം വെച്ചാൽ ഇന്നത്തെ ഏതാണ്? പ്രസന്റ് ഡേയിൽ ഏതാണ്? കാൺപൂർ, ഇന്നത്തെ കാൺപൂർ. അപ്പൊ അജാമിളന്റെ കഥ എവിടെയാ നടന്നത്? കന്യാകുബ്ജം. പാണ്ഡവരുടെ എവിടെയാ നടന്നത്? ഹസ്തിനാപുരം, ഇന്ദ്രപ്രസ്ഥം. ഇങ്ങനെ എല്ലാത്തിനും എപ്പോൾ നടന്നു, എവിടെ വെച്ച് നടന്നു, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു, ആര് ചെയ്തു. ഇനിയൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ, എങ്ങനെ ചെയ്തു. ഓരോ ചോദ്യത്തിനും ഈ 6 വശമാണ്. ഇതെല്ലാം നമ്മുടെ ഉപനിഷത്തിലുള്ളതാണ്. പക്ഷെ ഇതിനെ കംപ്ലീറ്റ്ലി അങ്ങനെ ഇപ്പൊ പോലീസുകാരന് ഒരു കൊലപാതകം അന്വേഷിച്ചെന്നാൽ ഈ 6 വെച്ച് അന്വേഷിക്കും. പക്ഷെ ഇവർക്ക് ഇതൊക്കെ മാപ്പ് ലൈൻ എവിടെന്നാ കിട്ടിയത്? നമ്മുടെ ഉപനിഷത്തിലും പുരാണങ്ങളിലും ഇരുന്നാ കിട്ടിയത്. അപ്പൊ അന്ന് കാലത്ത് ഒരു ശിഷ്യൻ ചോദ്യം ചോദിച്ചാല് ഗുരു പറയുന്ന ഉത്തരത്തിൽ 6 വശവും കാണും. അതാണ് പെർഫെക്റ്റ്. ഇപ്പൊ പ്രഭുപാദരുടെ ഒരു ബുക്ക് ഇല്ലേ, സംഭാഷണം, പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ, പെർഫെക്റ്റ് ആൻസർ. അതേ നമ്മള് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെടുത്ത് ചോദ്യം ചോദിച്ചു, അവിടെ എന്താ സംഭവിച്ചത്? ആര് വന്നു? എവിടെ പോയി? നല്ല ആൻസർ. അപ്പൊ ഈ 6 ആസ്പെക്റ്റിലാണ് വേദങ്ങളെല്ലാം ആൻസർ ചെയ്യുന്നത്. സോ നൈമിഷാരണ്യത്തിൽ കൂടിയ ഋഷിമാർ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ മുഴുവൻ പ്രപഞ്ചത്തിലും ഉള്ളവരുടെ നന്മ. ഇതാണ് ശരിക്കുമുള്ള ക്വസ്റ്റ്യൻ. അവർക്ക് വേണ്ടിയല്ല ചോദിച്ചത്, എന്റെ നന്മ എന്നല്ല ചോദിച്ചത്, ബെനിഫിറ്റ്, ലോകത്തിലുള്ള സകല ജീവജാലങ്ങളുടെയും നന്മയാണ് ചോദിച്ചത്. അതിന്റെ ആൻസർ ഓപ്പൺ ചെയ്തോളൂ. ഭാഗവതം 1st Canto, Chapter 2 and Shloka 6. 1st Canto, ആദ്യത്തെ സ്കന്ധം, 2ാം അധ്യായം, ശ്ലോകം 6. സവൈ പുംസാം പരോ ധർമ്മോ, സവൈ പുംസാം പരോ ധർമ്മോ, യഥോ ഭക്തിർ അധോക്ഷജേ, യഥോ ഭക്തിർ അധോക്ഷജേ, അഹൈതുകി അപ്രതീഹത, അഹൈതുകി അപ്രതീഹത, യയാത്മാ സുപ്രസീദതി, യയാത്മാ സുപ്രസീദതി, സവൈ പുംസാം പരോ ധർമ്മോ, യഥോ ഭക്തിർ അധോക്ഷജേ, അഹൈതുകി അപ്രതീഹത, യയാത്മാ സുപ്രസീദതി. ആരെങ്കിലും 1-2 പേര്? യഥോ ഭക്തിരധോക്ഷജേ, അഹൈതുകി അപ്രതീഹത, യയാത്മാ സുപ്രസീദതി. സവൈ പുംസാം പരോ ധർമ്മോ,
സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരദോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. ഈ ശ്ലോകം ഭാഗവതത്തിൽ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ ഒന്നാണ്. ഇതെല്ലാവരും പഠിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതായത് ഭക്തിയുത സേവനത്തിന് 2 വരിയിൽ അതിന്റെ സൂത്രം മുഴുവനും പറഞ്ഞുകൊടുത്ത ശ്ലോകമാണ് ഇത്. സഹ യാതൊരുവൻ, പുംസാം മനുഷ്യരാശിയിൽ മനുഷ്യൻ, പരോധർമ്മോ പരമമായ ധർമ്മം. അപ്പൊ ഈ ശ്ലോകത്തില് 4 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, സവൈ പുംസാം പരോധർമ്മ, പരമമായ ധർമ്മം എന്താണ്. രണ്ടാമത്തത് അഹൈതുകി അപ്രതിഹത സുപ്രസീദതി. ഈ 4 വേർഡും ഈ ശ്ലോകത്തില് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് 4 വേർഡ്? പരോധർമ്മോ, അഹൈതുകി അപ്രതിഹത സുപ്രസീദതി. ഇത് 4 പ്രസീദതി എന്ന് വെച്ചാൽ പ്രസന്നനായി, സന്തോഷവാനായി. മനുഷ്യൻ സന്തോഷം അന്വേഷിച്ചാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ വിചാരിക്കുന്നത് കരഞ്ഞിട്ടൊക്കെ 2 ആഴ്ചയായി, ഒന്ന് കരഞ്ഞാൽ കൊള്ളാമായിരുന്നു, പൈസ നഷ്ടപ്പെട്ട് കുറച്ച് ദിവസമായി, കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെട്ടാൽ നന്നായിരുന്നു, പുതിയ എന്തെങ്കിലും അസുഖം വന്നാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? മനുഷ്യരായാലും മൃഗങ്ങളായാലും ജന്തുജീവജാലങ്ങളായാലും എല്ലാവരും അന്വേഷിക്കുന്നത് സന്തോഷമാണ്. അപ്പോ ഭക്തന്മാര് ഭക്തിയിലും അന്വേഷിക്കുന്നത് എന്താണ്? സന്തോഷം തന്നെയാണ്. ഇവിടെയും നമ്മൾ സന്തോഷം കിട്ടുന്ന കൊണ്ടാണ് വരുന്നത്. ആരെങ്കിലും നമ്മളെ ഒന്ന് വേദനിപ്പിക്കുമ്പോ പിന്നെ ഒരു 4 ആഴ്ച വരില്ല. എന്തുകൊണ്ടാണ്? എന്നെ അവര് വേദനിപ്പിച്ചു. കാരണം ഞാൻ അന്വേഷിച്ചു വന്നത് സന്തോഷമാണ്, അതെനിക്ക് കിട്ടിയില്ല. ഭക്തിയാണെങ്കിലും ഭക്തരാണെങ്കിലും നമ്മളെല്ലാവരും സന്തോഷമാണ് അന്വേഷിക്കുന്നത്. ശരി. പക്ഷെ ഈ ശ്ലോകം പറയുന്നു പരമമായ ധർമ്മം എല്ലാവരും ചെയ്യണം. എത്രയോ ധർമ്മങ്ങളുണ്ട്, പക്ഷെ അത് പരമമായ ധർമ്മമാണോ? വീട്ടിൽ പട്ടി വളർത്തുന്നത് പരമമായ ധർമ്മമാണോ? ഇല്ല. ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ജോലിക്ക് പോകുന്നത്, വർക്ക് ഈസ് വർഷിപ്പ്, എന്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കും, ഞാൻ എന്റെ കർത്തവ്യത്തിൽ യാതൊരു തരത്തിലുള്ള വാഴ്ചയും വരുത്തിയിട്ടില്ല, ഞാൻ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യും, ഒരു ദിവസം പോലും ഓഫീസിൽ ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഇത് ഒരു മനുഷ്യന്റെ പരമമായ ധർമ്മമാണോ? ആണോ? ഇത് പരമമായ ധർമ്മമാണോ? അല്ല. എന്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ ഞാൻ പഠിപ്പിച്ചു, വളർത്തി, സംരക്ഷിച്ചു, അവരെയൊക്കെ ഒരു സ്ഥാനത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു, എന്റെ ബന്ധുക്കളെയെല്ലാം ഞാൻ സേവിച്ചു, എന്റെ അച്ഛനമ്മയെ വയസ്സായ കാലത്തിൽ ഞാൻ ശുശ്രൂഷിച്ചു. ഇത് പരമമായ ധർമ്മമാണ്. പരമമായ ധർമ്മമാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? ആണ്. ശരി. അപ്പൊ ഭഗവാനെ സേവിക്കുന്നത് പരമമായ ധർമ്മമാണോ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം നമ്മുടെ ധർമ്മമാണ്, പക്ഷേ പരമധർമ്മമല്ല. കുടുംബത്തിനെ സംരക്ഷിക്കുന്നത്, രാജ്യത്തിനെ സംരക്ഷിക്കുന്നത്, ബന്ധുമിത്രാദികളെ, ഭാഗവതം പറയുന്നു രാജ്യസ്നേഹം, കുടുംബസ്നേഹം, കുലസ്നേഹം, വർണ്ണസ്നേഹം, ആശ്രമ, ഇതെല്ലാം എക്സ്റ്റെൻഡഡ് സെൽഫിഷ്നെസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാല് സ്വാർത്ഥത. എക്സ്റ്റെൻഡഡ് സെൽഫിഷ്നെസ് എന്നാ പറയുന്നത്. സ്വാർത്ഥത കുറച്ചും കൂടെ നീട്ടി വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പരമധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? യഥോ ഭക്തിർ അധോക്ഷജേ. ത്രിഗുണങ്ങൾ, അധോക്ഷജൻ എന്ന വാക്കിന്റെ അർത്ഥം ത്രിഗുണങ്ങൾക്കും അപ്പാർപ്പെട്ട, ത്രിഗുണങ്ങൾക്കും അപ്പുറത്തുള്ള സർവേശ്വരനെ സേവിക്കുന്നതാണ് പരമധർമ്മം. ബാക്കിയെല്ലാം നമ്മുടെ ഡ്യൂട്ടിയാണ്, പക്ഷെ പരമധർമ്മമല്ല.
അതെല്ലാം ഓരോ പ്രായത്തിൽ നമ്മൾ ചെയ്യും. പഠിക്കുന്ന പ്രായത്തിൽ പഠിക്കും, കളിക്കുന്ന പ്രായത്തിൽ കളിക്കും, വേറെ ജോലി ചെയ്യുന്ന, അതൊക്കെ ഓരോ കാലം, കുറച്ചു കാലം കഴിയുമ്പോൾ അതിനൊക്കെ ഒരു റിട്ടയർമെന്റ് ഉണ്ട്. ഈവൻ നമ്മുടെ ബന്ധുമിത്രാദികൾ പോലും ഒരു ദിവസം നമ്മളെ വിട്ട് പിരിയും. പിരിയൂല്ലേ? എല്ലാവർക്കും ഒരു തുടക്കവും ഉണ്ട്, ഒരു എക്സ്പയറി ഡേറ്റും ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും പരമമായ ധർമ്മമല്ല. ധർമ്മമാണ്, നല്ല കാര്യമാണ്. പക്ഷെ പരമധർമ്മം ഭഗവാനെ സേവിക്കുന്നതാണ് പരമധോക്ഷജേ. പിന്നെ അടുത്ത 2 വരി പറഞ്ഞു. ആ സേവനം എങ്ങനെയായിരിക്കണം? ഭക്തി അഹൈതുക്കി അപ്രതിഹത. ഇത് മാത്രം നമ്മൾ നമ്മുടെ ഭക്തിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ നമ്മളെല്ലാവരും ഭക്തിയിൽ 100% തൃപ്തരാണ്. ഈ 2 കാര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ എന്തൊക്കെയാണ്? അഹൈതുക്കി അപ്രതിഹത. ഹേതു, അഹൈതുക്കി ഹേതു, കാരണം. അൺമോട്ടിവേറ്റഡ്, ഒരു തരത്തിലുള്ള കാരണം ഉണ്ടാവാൻ പാടില്ല. കണ്ണും പൂട്ടി നമ്മൾ ഭക്തിയിൽ ഉണ്ടാവാം. അതിൽ നിന്ന് ഒന്നും ഫലം അഹൈതുക്കി അതിൽ നിന്ന് ഒരു പ്രതിഫലം, അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇത് രണ്ടും, അൺമോട്ടിവേറ്റഡ്, അൺഇന്ററപ്റ്റഡ്, തടസ്സമില്ലാത്ത ഭക്തി, ഫലം പ്രതീക്ഷിക്കുക. ഈ 2 ഫോർമുല നമ്മൾ ഭക്തിയിൽ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഭക്തി 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്തൊക്കെയാണ് 2 കാര്യം? മലയാളത്തില് തടസ്സമില്ലാത്തതും ഫലം പ്രതീക്ഷിക്കാത്തതും. നമ്മുടെ എത്ര പേരുടെ ഭക്തിയിൽ തടസ്സമുണ്ട്? എല്ലാവരുടെ ഭക്തിയിലും തടസ്സമുണ്ട്. അടുത്തത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എത്ര പേരുടെ ഭക്തിയിൽ നമ്മൾ തന്നെ തടസ്സമായിട്ടുണ്ട്? വേറെ ആരുമല്ല, എന്റെ ഭക്തിയിൽ ഞാൻ തന്നെ തടസ്സമായിട്ട് എത്ര പേർക്കുണ്ട്? അതാണ് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ശത്രു പുറത്താണെന്ന്. നമ്മുടെ ശത്രു ഭക്തിയിൽ, നമ്മുടെ ശത്രു പുറത്തല്ല. ഭക്തിയിൽ നമ്മുടെ ശത്രു ആരാണ്? നമ്മൾ തന്നെയാണ്. 3 തവണ പറയണം. ഭക്തിയിൽ എന്റെ ശത്രു ആരാണ്? തലയിൽ കയറിയോ? എന്നാലും 5 മിനിറ്റ് കഴിഞ്ഞ് പറയാം അവനാണെന്ന് പറയും. നമ്മൾ അതാണ് 11th കാൻഡോ ഭാഗവതത്തില് ഉദ്ധവര് പറയുന്നു. ഉദ്ധവരെടുത്ത് കൃഷ്ണ ഭഗവാൻ പറയണു, മനപ്പരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേത്യം. ഉദ്ധവ, നിന്റെ മനസ്സാണ് ഇതിനെല്ലാം കാരണം, വേറെ ആരുമല്ല. നിന്റെ ഭക്തിയുടെ തടസ്സം നീ തന്നെയാണ്. സോ ഇത് 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് തടസ്സമില്ലാത്തതും ഫലം പ്രതീക്ഷിക്കാത്തതും. ഭക്തിയിൽ എന്ത് സംഭവിച്ചാലും അതിനൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഭക്തിക്ക് മഴയൊരു തടസ്സമാണ്, വെയില് കൂടിയ ഒരു തടസ്സമാണ്. ഇതേ ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പേ പെയ്തിരുന്നെങ്കിൽ ഇതിൽ 1/4 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. എന്താ സെഷനിൽ വരാത്ത? മഴ അല്ലേ? ഇങ്ങനെ പല പല തടസ്സവും. യാതൊന്നും തന്നെ എന്റെ ഭക്തിയെ തടസ്സപ്പെടുത്താൻ പാടില്ല. 2ാമത്തെ പോയിന്റ് എന്താണ്? എന്ത് പ്രതീക്ഷിക്കാൻ പാടില്ല? ഫലം പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ എനിക്ക് മെസ്സേജ് വരും, പ്രഭു എന്റെ ഫോട്ടോ ഇട്ടില്ലല്ലോ, ആ മെസ്സേജിൽ എന്റെ പേര് കണ്ടില്ലല്ലോ. ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലേ? എല്ലാം ഇത് 2ഉം തുടക്കത്തിലാവാം. എല്ലാവരും മനുഷ്യരൊക്കെയാണ്. ആദ്യകാലത്ത് ഇതൊക്കെ ആവാം. പക്ഷെ ക്രമേണ ഭക്തിയിൽ വളരുമ്പോ ഇത് 2ഉം പാടില്ല. ഏത് 2ഉം പാടില്ല? ഏത് 2ഉം പാടില്ല? ഇത് 2ഉം തടസ്സവും പാടില്ല, ഫലം പ്രതീക്ഷിക്കാനും പാടില്ല. ഓക്കെ, വൺസ് അഗൈൻ. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത
യയാത്മാ സുപ്രസീദതി. ഓക്കെ, ഈ ശ്ലോകത്തിന്റെ അർത്ഥം ആരെങ്കിലും സ്വന്തം വാക്കുകളിൽ പറയാം? മനസ്സിലാക്കിയത് വെച്ച് ഇതിന്റെ അർത്ഥം ആരെങ്കിലും പറയാം സ്വന്തം വാക്കുകളിൽ? ആരെങ്കിലും? ഭക്തി. അതെ, അങ്ങനെ ചെയ്താൽ പ്രസീദതി എന്ത് കിട്ടും? പരമമായ ആനന്ദം കിട്ടും. അതാണ് പരമമായ ധർമ്മവും. പ്രഭു പറഞ്ഞില്ലേ, ഭഗവാന്റെ അടുത്ത് നമ്മൾ ചെയ്യുന്ന ഭക്തി അതാണ് പരമധർമ്മം. ഭക്തി എങ്ങനെയായിരിക്കണം? തടസ്സവും പാടില്ല, ഫലം പ്രതീക്ഷിക്കാൻ. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ആനന്ദം, പ്രസീദതി. ഇതിന് ഉത്തമ ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ വിദുര മഹാത്മാവാണ്. വിദുരരുടെ കഥ എല്ലാവർക്കും അറിയാം. എങ്ങനെ ധൃതരാഷ്ട്രരും പാണ്ഡുവും വ്യാസന്റെ പുത്രന്മാരാ, അതേപോലെ തന്നെ വിദുരരും ആരുടെ പുത്രനാണ്? വ്യാസന്റെ പുത്രനാണ്. പക്ഷേ കൊട്ടാരത്തിൽ ധൃതരാഷ്ട്രർക്കും പാണ്ഡുവിനും കിട്ടിയ അതേ ഒരു ബഹുമാനവും സ്ഥാനവും ആർക്ക് കിട്ടിയില്ല? വിദുരർക്ക് കിട്ടിയില്ല. അതായത് എനിക്ക് ചിലപ്പോഴൊക്കെ വളരെ വിചിത്രം തോന്നും, എതിലൊക്കെയാണ് ആൾക്കാര് അവരുടെ അപ്രിസിയേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു ഡിവോട്ടിയെ അയച്ചു. ഡിവോട്ടി അയച്ചിട്ട് ഇനിയൊരു ഡിവോട്ടിയെ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ട്, ഇതൊരു നടന്ന സംഭവമാണ്. ഒരു ഭക്തന് കാറ് കൊടുത്ത് അയച്ചിട്ട് ഇനിയൊരു ഭക്തനെ സ്റ്റേഷനിൽ ഇരുന്ന് പിക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, ഈ പിക്ക് ചെയ്യാൻ പോയ ആള്, ആ ഡിവോട്ടി പറഞ്ഞു, പ്രഭു ഞാൻ നല്ല ടയേർഡാണ്, ഫുൾ നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബാക്ക് സീറ്റിൽ കയറി ഞാൻ കിടന്നോളാം പ്രഭു, 1 hour ഡ്രൈവ് ഉണ്ടല്ലോ, ഞാൻ ഉറങ്ങാം. ഈ പോയ ഭക്തൻ ഒരു വിധത്തില് അദ്ദേഹത്തിന് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. ഇല്ല പ്രഭു, ഫ്രണ്ടിലിരിക്കും, ഫ്രണ്ടിലിരുന്നാൽ സുഖമായിട്ട് ഉറങ്ങാം, ഈ സീറ്റും കംഫർട്ടബിൾ ആണ്. വന്നു, പിന്നെ തിരിച്ചു വന്ന് കുറെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോ ആ ഗസ്റ്റ് ഡിവോട്ടി എന്റെ അടുത്ത് ചോദിച്ചു, പ്രഭുയുടെ കാറിന്റെ ബാക്ക് സീറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നും, എന്ത് പറ്റി? അല്ല, ആ പ്രഭു എന്നെ ഒരു വിധത്തിൽ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ സമ്മതിച്ചില്ല. ആണോ, എന്ത് പറ്റി? എന്തെങ്കിലും സാധനം വല്ലതും വെച്ചിട്ടുണ്ടോ? എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോ ഞാൻ ഭക്തന്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ സമ്മതിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത്, ഞാൻ എന്താ അയാളുടെ ഡ്രൈവറാണ്. ഇത് നടന്ന ഒരു സംഭവം. എത്ര വിചിത്രമാണ് മനുഷ്യന്റെ മനസ്സ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഹ്യൂമൻ മൈൻഡ്. എന്തിലൊക്കെ സ്ഥാനമാനം പ്രതീക്ഷിക്കുന്നു നമ്മൾക്ക് അറിഞ്ഞ അത്ഭുതം തോന്നും. എന്തിലൊക്കെയാ മനുഷ്യൻ ഞാൻ എന്ന ഭാവം, ഞാൻ എന്നെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണം, ഞാൻ എന്തൊക്കെയാണെങ്കിലും മറ്റുള്ളവരെക്കാളും ഒരു പടി ഞാൻ മുന്നോട്ടാണ്. ഇങ്ങനത്തെ അഹം എന്ന ചിന്ത ഹൃദയത്തിനകത്ത് വേറിട്ട് നിൽക്കുകയാണ്. പക്ഷെ വിദുരർക്ക് ആ സ്ഥാനമാനങ്ങൾ ഒന്നുമില്ല. പക്ഷെ ഭയമില്ലാതെ വിദുരർ സത്യം തുറന്നു പറയും. എപ്പോഴൊക്കെ ധൃതരാഷ്ട്രർ തെറ്റ് ചെയ്യുന്നോ വിദുരർ എണീറ്റ് പറയും, ഹേ രാജൻ, അങ്ങ് ബാഹ്യമായും അന്ധനാണ്, ആന്തരികമായും അന്ധനാണ്. അകത്തും കണ്ണ് കാണൂല, അങ്ങക്ക് പുറത്തും കണ്ണ് കാണൂല, അങ്ങ് ചെയ്യുന്നത് മഹാ തെറ്റാണ്. അല്ലെങ്കിൽ ദുര്യോധനൻ ചെയ്യുന്ന തെറ്റിന് കൂട്ടുനിൽക്കുകയാണ്, അതും ഒരു തെറ്റ് തന്നെയാണ്. ചക്രവർത്തി ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറയുമ്പോ ദുര്യോധനൻ എണീറ്റിട്ട് പറയാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം പറഞ്ഞ് വിദുരരെ അത്രയ്ക്കും അപമാനിക്കും. വിദുരർ മിണ്ടാണ്ടിരിക്കും. വീണ്ടും അടുത്ത പ്രശ്നം വരുമ്പോൾ വിദുരർ എണീറ്റിട്ട് അദ്ദേഹം പറയേണ്ടതായ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. ഇതൊരു എക്സാമ്പിൾ. എന്താണ്, മനസ്സിലായോ? ഇപ്പൊ നമ്മളാണ് ആ സ്ഥാനത്ത്, വിദുരരുടെ സ്ഥാനത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൊട്ടാരത്ത് റെസ്പെക്ട് ഇല്ല.
എണീറ്റ് സംസാരിച്ചാൽ നമുക്ക് എങ്ങനെ ഇൻസൾട്ട് ചെയ്യോ അവർ ഇൻസൾട്ട് ചെയ്യും. നമ്മളാണ് ആ വിദുരന്റെ സ്ഥലത്ത്, നമ്മൾ അടുത്ത ദിവസം എന്ത് ചെയ്യും? ആ ഏരിയയിലേക്ക് പോകും. മനസ്സിലായ? നമ്മളെല്ലാം ഇതല്ല ശരിയായ രീതി ഭക്തിയിൽ. ഭക്തിയിൽ എന്റെ സർവ്വതും പിടിച്ചു പറിച്ചാലും ശരി, ഞാൻ സേവനം, അതായത് ശ്രീരാമചന്ദ്രമൂർത്തിയെ സേവിക്കുന്നതിൽ ഹനുമാൻ വളരെ മിടുക്കനാണ്. ഒന്നുമില്ലെങ്കിൽ എന്റെ കണ്ടുപിടിച്ചെങ്കിലും സേവിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു സർവീസ് ഇല്ലെങ്കിലും ശരി, ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് പാദത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, തുടച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോ ഒരു തവണ കൊട്ടാരത്തിലുള്ളവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തു. കറക്റ്റ് പോയല്ലോ. അപ്പൊ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഒരു പ്ലാൻ ചെയ്തു. എന്താ പ്ലാൻ എന്ന് വെച്ചാല്, ഹനുമാന് ഒരു സർവീസ് നമ്മൾ കൊടുക്കാൻ പാടില്ല. എല്ലാരും എല്ലാ സർവീസും ഏറ്റെടുത്തോളണം. അവിടെ ഒരു സർവീസ് ബാക്കി ഉണ്ടാവാൻ പാടില്ല. നോക്കാല്ല ഹനുമാൻ എങ്ങനെയാ ചെയ്യണം. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തിയെ ചുറ്റിയും ഭക്തൻ. ഒരാൾ പാദം കഴുകിക്കൊണ്ട് പിടിച്ചോണ്ടിരിക്കണം, ഇനി ഒരാൾ അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന. അവിടെ സർവീസ് ചെയ്യാനായിട്ട് യാതൊന്നുമില്ല. എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് എല്ലാം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി എന്ത് ചെയ്തു? ഇത് വാൽമീകി രാമായണത്തിലുള്ള കഥയല്ല, ഇത് വേറെതോ രാമായണത്തിലുള്ളതാണ്. എന്ന് വെച്ചാൽ ആധികാരികമായ തർജിമ ചെയ്ത, എങ്ങനെ തമിഴില് കമ്പരാമായണം, ഹിന്ദിയില് തുളസീദാസരുടെ രാമചരിതമാനസം, അതുപോലെയൊക്കെ വേറെ ഒരു ഇതിലുള്ളതാണ്. എല്ലാവരും ഉള്ള സർവീസ് ഒക്കെ കവർ ചെയ്തു. ബാക്കി സർവീസ് ഒന്നും തന്നെ ഇല്ല. ഹനുമാൻ നോക്കി ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോഴാണ് ശ്രീരാമചന്ദ്രമൂർത്തി ഒന്ന് ക്ഷീണം കൊണ്ടിങ്ങനെ കോട്ടുവാ വിടുന്നത്. ഹനുമാൻ ഓടിച്ചെന്ന് ടിങ് ടിങ് ടിങ്. അതൊരു സ്റ്റൈല് കണ്ടിട്ടുണ്ടോ? പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്ന. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. വാ തുറക്കുമ്പോ ഇങ്ങനെ ആക്കണത് എന്തിനാണ്? അതെന്തോ ഒരു സംഭവം. ശ്രീരാമചന്ദ്രമൂർത്തി വാ തുറന്നുകൊണ്ട് ഹനുമാൻ ടിങ് 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 എന്നാക്കി. അതായത് ഭഗവാനെ സേവിക്കണം എന്നൊരു ഭക്തൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സല്ലാതെ വേറെ ആർക്കും അതിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. എത്ര പേര് സമ്മതിക്കുന്നു? ആർക്കുമേ അതിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ തടസ്സം ഉണ്ടായാൽ അത് അവന്റെ മനസ്സ് തന്നെയാണ്. വേറെ ആർക്കും അതിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. സോ വിദുരർ എന്ത് ചെയ്യും? പറയാനുള്ള സത്യം അങ്ങ് എണ്ണീറ്റ് പറയും. വിദുരർക്ക് നന്നായിട്ട് അറിയാൻ. പറഞ്ഞു കഴിയുമ്പോ രാജാവ് അത് ചെവി കൊടുത്ത് കേൾക്കില്ല. ദുര്യോധനൻ എന്തെങ്കിലൊക്കെ പറയും. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു ദിവസം ശകുനി ചെന്ന് ദുര്യോധനന്റെ അടുത്ത് പറയുന്നത്, നമ്മൾ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും കൃഷ്ണ ഭഗവാനെ നമ്മുടെ വശത്ത് വലിക്കണം, കൃഷ്ണനെ നമ്മുടെ സൈഡിലാക്കണം. ആരാർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഈ ഐഡിയ? ശകുനി. ആർക്ക് പറയുന്നു? ദുര്യോധനൻ. എത്ര രാജാക്കന്മാര് കൂടെ ഇരുന്നാലും പ്രശ്നമല്ല. നമ്മുടെ കൂടെ ആരുണ്ടാകണം? കൃഷ്ണൻ ഉണ്ടായിരിക്കണം. പിന്നെ കൃഷ്ണൻ എന്നെ സംബന്ധിച്ച് ശകുനി പറയുന്ന ഐഡിയ അലങ്കാരപ്രിയനാണ്. കൃഷ്ണനെ അങ്ങ് കുറച്ച് സ്തുതിച്ചാൽ മതി, നമ്മുടെ സൈഡ് ആയിക്കോളും. ആരെങ്കിലൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കേൾക്കാൻ കൃഷ്ണന് വലിയ ഇഷ്ടമാണ്. ഒരു കണക്കിൽ സത്യമാണ്. അതുകൊണ്ടാണ് ഭക്തന്മാർ ഭഗവാനെ പ്രേയസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം ഭഗവാൻ എങ്ങനെ സോപ്പിട്ട് കയ്യിലെടുക്കാന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഭക്തന്മാർ സ്തുതികൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു, ഭഗവാൻ അതിൽ പ്രസന്നനായി ഭക്തരെ അനുഗ്രഹിക്കുന്നു. പക്ഷെ അല്ലാതെ ദുരുദ്ദേശം കൊണ്ടോ സ്വാർത്ഥ ഉദ്ദേശം കൊണ്ടോ ഭഗവാനെ പോയി നല്ല മധുരമായി രാഷ്ട്രീയക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലാകുന്നല്ല. പക്ഷെ അങ്ങനെ ഒരു ഐഡിയ ആണ് ശകുനി വന്നിട്ട് ദുര്യോധനന് കൊടുത്തത്. അങ്ങനെ ഭഗവാൻ അടുത്ത ദിവസം സന്ധി സംഭാഷണത്തിന് വരുന്നു. ഹസ്തിനാപുരം മുഴുവനും ദുര്യോധനാദികൾ അലങ്കരിച്ചിരിക്കുകയാണ്, കൊട്ടാരവും എല്ലാം ഭഗവാന്റെ അവരുടെ വശത്ത് വലിക്കാൻ. പക്ഷേ വിദുരർക്ക് മാത്രം ഉറക്കമില്ല. കാരണം വിദുരർ അറിഞ്ഞത് എന്താന്ന് വെച്ചാല്, കൊട്ടാരത്തിൽ കൃഷ്ണ ഭഗവാൻ ഇരിക്കുന്ന ചെയറിന്റെ അടിയിൽ വലിയ ഒരു കിണർ തോണ്ടി കുഴിച്ചു വെച്ചിരിക്കുകയാണ് ദുര്യോധനൻ. കൃഷ്ണ ഭഗവാൻ ഇരിക്കുന്ന സിംഹാസനത്തിന്റെ അടിയിൽ എന്താണ്? വലിയ ഒരു കുഴി, കിണർ. അതിനകത്ത് 100 മഹാമല്ലന്മാരുണ്ട്.
എന്തിനാണ്? അഥവാ ഭഗവാൻ നമ്മൾ പറയുന്ന വഴിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഒറ്റ വലി കുഴിക്കകത്ത് വലിച്ച് നമുക്ക് തോപ്പിച്ച് കളയാം, 100 എണ്ണ അടി. എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ടോ എന്ന് വിതുരര് ദൂരെ കൂട്ടി മനസ്സിലാക്കി. അപ്പൊ വിതുരരുടെ മനസ്സിൽ ആകെ ഒരു ആശങ്ക, കൃഷ്ണ ഭഗവാൻ ഹസ്തിനാപുരം വരാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞ് ഭഗവാനെ തടസ്സപ്പെടുത്തണം, അല്ലെങ്കിൽ ഭഗവാന്റെ യാത്രയെ മുടക്കണം. ഭഗവാൻ ഇവിടെ വരാൻ പാടില്ല. എന്തുകൊണ്ടാ വിതുരർ എങ്ങനെ ചിന്തിക്കുന്നത്? കൃഷ്ണ ഭഗവാൻ ഇവിടെ അപകടം സംഭവിച്ചാലോ? അപ്പൊ ഇവിടെ കൃഷ്ണ ഭഗവാനെ തോൽപ്പിക്കുന്ന ശക്തി ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ വിതുരർ ചിന്തിക്കുന്ന ചിന്ത ശരിയാണോ തെറ്റാണോ? വിതുരരുടെ ചിന്ത ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എന്തുകൊണ്ട് ശരിയാണ്? ഭഗവാനൊന്നും സംഭവിക്കില്ല, എന്നാലും വിതുരൻ അച്ഛന്റെ ഭാവത്തിൽ നിൽക്കുകയാണ്, അല്ലേ? എന്റെ കൃഷ്ണൻ എന്തെങ്കിലും സംഭവിച്ചാലോ? ഇതാണ് ഒരു ഭക്തൻ ഉണ്ടാകുന്ന ഭാവം. എന്താണ്? ഭക്തിയാണ്. സത്യത്തിൽ ഭഗവാൻ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കണേ. ഈ ഉച്ചയ്ക്ക് തരുന്ന 1.5 പപ്പടത്തിന് വേണ്ടിയാ ഭഗവാൻ വെയിറ്റ് ചെയ്യണേ? ഭഗവാൻ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തില്ല. വിതുരര് വിചാരിക്കുന്ന പോലെ കൃഷ്ണന് ഒന്നും സംഭവിക്കില്ല, എന്നാലും വിതുരർ എന്താ വിചാരിക്കുന്നത്? എന്റെ ഡ്യൂട്ടിയാ ആരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? സർവീസ് മൂഡ് ഇതാണ്. കൃഷ്ണ ഭഗവാൻ എന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞാൻ തരുന്ന ഊണ് ഭഗവാന് ഞാൻ നിവേദിക്കുന്ന ഭോഗം കൃഷ്ണൻ ഞാൻ കൊണ്ടുവരുന്നത് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഞാൻ ചെയ്യുന്ന പാചകത്തിന് വേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയാണ്. അത് ഭക്തന്റെ ഭാവം. ഭഗവാൻ ഒന്നിനും കാത്തിരിക്കുന്നില്ല. കാരണം ഭഗവാന്റെ ഗോലോകത്തിൽ സേവനം ചെയ്യുന്നവർ ലക്ഷ്മി സഹസ്ര സതസംഭ്രമ സേവ്യമാനം ഗോവിന്ദവാദി പുരുഷം തമഹം ഭജാമി. അവിടെ ദോശ ഉണ്ടാക്കുന്നത് ആരാ? മഹാലക്ഷ്മി. ചമ്മന്തി അരിക്കുന്നത് ആരാ? ഈ ഒരു ലക്ഷ്മി. എല്ലാ ലക്ഷ്മി സഹസ്ര. അതുകൊണ്ട് ഇതിന്റെ നമ്മുടെ ചമ്മന്തിയുടെ വല്ല ആവശ്യമുണ്ടോ? എന്നാലും ഒരു ഭക്തൻ എന്താ വിചാരിക്കണം? ഇത് എന്റെ കർത്തവ്യമാണ്, ഞാനിപ്പത് ഭഗവാന് ചെയ്യണം. ഇതില്ലെങ്കിൽ ഭഗവാന് വേറെ ഇതില്ല, ഞാനാണ് സംരക്ഷിക്കേണ്ടത്. ഇതാണ് വിതുരരിലിരുന്ന് നമ്മൾ പഠിക്കുന്ന ഭക്തി. അഹൈതുകി, തടസ്സമില്ലാത്ത ഒരു ഭക്തി. ഇനി അതെല്ലാം കഴിഞ്ഞു. കൃഷ്ണ ഭഗവാൻ വിതുരരുടെ ഇല്ലത്തിൽ വന്നു. വിതുരര് പറഞ്ഞു, ദയവേത് പോകണ്ട, കൊട്ടാരത്തില് ദുര്യോധനൻ ചതിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അങ്ങേ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭഗവാൻ പറഞ്ഞു, വിതുര ഒന്നും പേടിക്കേണ്ട, ഞാൻ അതിനെല്ലാം റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ ചെന്ന് സിംഹാസനത്തിൽ ഇരുന്നു. ഭഗവാൻ അറിയാം അടിയിലാരുണ്ട്? 100 മല്ലന്മാരുണ്ടെന്നുള്ള കാര്യം ഭഗവാൻ അറിയാം. കർണനും ദുര്യോധനനും ചോദ്യങ്ങൾ കൊണ്ട് ഭഗവാനെ ഇൻസൾട്ട് ചെയ്തു. ഭഗവാൻ അവസാനം എണീറ്റ് പറഞ്ഞു, ഹേ ധൃതരാഷ്ട്ര, ഇതെന്റെ അവസാനത്തെ ഒരു ഡീൽ, അവസാനത്തെ ഒരു അവസരമാണ് അങ്ങേക്ക് തരുന്നത്. പാണ്ഡവർക്ക് പകുതി രാജ്യം വേണ്ട, നഗരങ്ങൾ വേണ്ട, കൊട്ടാരം വേണ്ട. പാണ്ഡവർക്ക് 5 ഗ്രാമം തന്നാൽ മതി. അവർ ക്ഷത്രിയരാണ്, അവർ തൃപ്തിയോട് ഇരുന്നോളും. അവർ അങ്ങയുടെ കുരുരാജ്യത്തിന്റെ പക്കലേ വരില്ല. ധൃതരാഷ്ട്രം ഉണ്ടാതിരിക്കും. ദുര്യോധനൻ എണീറ്റ് പറഞ്ഞു, ഒരു സൂചി കുത്തുന്ന സ്ഥലം പോലും തരില്ല. എന്നാൽ ദുര്യോധന, നീ ഇതും കേട്ടോ, നിന്റെ നീ ഉൾപ്പെടെ 100 സഹോദരന്മാരും ഈ ഭൂമിയിൽ ശവമായി കിടക്കും. നിങ്ങളുടെ ചോര പുഴയായി ഒഴുകും. നിങ്ങളുടെ ശരീരത്തിനെ കഴുകന്മാരും ചെന്നായ്ക്കളും സദ്യ കഴിക്കുന്നത് പോലെ കഴിക്കും. ഇത് കേട്ടപ്പോ ദുര്യോധനൻ അങ്ങോട്ട് ദേഷ്യം വന്നു. യുദ്ധം എന്തെന്ന് പോലും അറിയാതെ കന്നുകാലികളെ മേച്ചു നടക്കുന്ന നീ രാജതന്ത്രത്തിനെയും യുദ്ധത്തിനെയും കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നോ എന്ന് ദേഷ്യത്തിൽ ആ മല്ലന്മാരെ വിളിച്ചു. എല്ലാം അടിയിന്ന് വരാൻ. എവിടെ? കുഴിക്കകത്തിരുന്നു. കൃഷ്ണ ഭഗവാന്റെ ചാരന്റെ. കൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? കാലിന്റെ പെരുവരിലെടുത്ത് ഒരു അമർ, എല്ലാം ടൊമാറ്റോ ചട്നിയാണ്. ആര്? ഈ 100 മല്ലന്മാരെന്തായി? ടൊമാറ്റോ ചട്നി. എന്നാലും വിതുരർക്ക് ഭയം. ഭഗവാൻ സർവേശ്വരനാണ് എന്ന് അറിഞ്ഞാൽ പോലും വിതുരർക്ക് ഭയം. അയ്യോ, കൃഷ്ണൻ എന്തെങ്കിലും സംഭവിക്കും. ഇത് ഒരു ഭക്തന്റെ ഭാവം. ശരി,
ഇതെല്ലാം കഴിഞ്ഞ് വിതുരർ ഉപദേശമൊക്കെ ചെയ്തപ്പോ ദുര്യോധനൻ ദേഷ്യം വന്ന് പറഞ്ഞു, വിതുരരെ ഇനി ഒരു ദിവസം പോലും ഈ രാജ്യത്തിൽ നിൽക്കാൻ പാടില്ല, ഇറങ്ങിപ്പൊക്കോളാം. വിതുരരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. വിതുരർ വളരെ സന്തോഷം, ഞാൻ എപ്പോഴാ ലീവ് എടുക്കാന്നിരുന്നു, ഇനിയിപ്പോ നല്ല സമയമായി, ഭൂമിയിലുള്ള എല്ലാ പുണ്യസ്ഥലവും ഞാൻ പോയി തീർത്ഥാടനം ചെയ്തിട്ട് വരാം എന്ന് സന്തോഷമായിട്ട് വിതുരർ ഇറങ്ങി തിരിച്ചു. എന്തെങ്കിലും വിതുരരെ തടസ്സപ്പെടുത്തിയ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ജന്മാഷ്ടമി, മുഴുവൻ അഹോരാത്രം ഇവിടെ സർവീസൊക്കെ ചെയ്തു. രാവിലെ ഓഫീസിൽ പോയി, മാനേജർ പറഞ്ഞാണ് പിരിച്ചുവിട്ടിരിക്കുകയാണ്, വെരി ഗുഡ്, ഗെറ്റ് ലോസ്റ്റ്, ജോലിയുമില്ല, ശമ്പളമില്ല, നിനക്കുമില്ല, ഇറങ്ങിപ്പോ. നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ഫോൺ വിളിക്കും, പ്രഭു ഇത്രയും ജപിച്ചിട്ട് എന്റെ ജോലി പോയത്, കൃഷ്ണ ഭഗവാൻ എന്ത് ചതിയാ ചെയ്തത്, ഭക്തിയിൽ ഇനി ഞാൻ ജപവും ഇല്ല, തപവും ഇല്ല, ഒന്നുമില്ല. സെയിം സിറ്റുവേഷനാണ് വിതുരർക്ക് സംഭവിച്ചത്. നല്ലത് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ, നല്ലത് ഉപദേശിച്ചപ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്തു? വിതുരരെ ജോലിയിൽ നിന്ന് പുറത്താക്കി. വിതുര സന്തോഷത്തോടെ ബദ്രിനാഥിൽ പോയി. അപ്പൊ നാളെ നമ്മുടെ ജോലി പോയ എന്ത് പറയണം? ഞാൻ ഒന്ന് വൃന്ദാവനൊക്കെ പോയി റൗണ്ട് അടിച്ചിട്ട് വരാം. കരഞ്ഞ് നിലവിളിക്കരുത്. ഒരു ഭൗതിക കാര്യവും എന്റെ ഭക്തിയിൽ തടസ്സമാവുകയില്ല. അങ്ങനെ ഒരു ദൃഢമായ മനസ്സ്. അഹൈതുക്കി അപ്രതിഹത. എന്തൊക്കെയാണ് മലയാളത്തില്? തടസ്സമില്ലാത്തതും ഫലം പ്രതീക്ഷിക്കാത്തതുമായ ഭക്തി. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിർ അദോക്ഷജേ അഹൈതുകി അപ്രതിഹത യേയാത്മാ സുപ്രസീദതി. അടുത്തത് 1.2.7. വാസുദേവേ ഭഗവതി വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ഭക്തിയോഗ പ്രയോജിതഃ ജനയതി ആസു വൈരാഗ്യം ജനയതി ആസു വൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം ജ്ഞാനം ചയത് അഹൈതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയതി ആസു വൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം. അങ്ങനെ വാസുദേവൻ, വാസുദേവൻ ചൻ വസുദേവരുടെ മകൻ വാസുദേവൻ, ആ ഭഗവാന്റെ അടുത്ത് ഭക്തി വെച്ചാൽ, ഇവിടെ വ്യക്തമായിട്ടും കൃഷ്ണ ഭഗവാനാണ് സർവേശ്വരൻ എന്നുള്ളത് ഭാഗവതത്തില് വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ്. എനിക്ക് എപ്പോഴും അതിശയം തോന്നുന്നത് എങ്ങനെയാ വെച്ചാല്, ഇത്രയും ഭാഗവതം വായിച്ചിട്ടും ജനം പൊതുവെ എല്ലാ ദൈവവും ഒന്നാണെന്ന് എങ്ങനെ കൺക്ലൂഷനിൽ വന്നു? കാരണം 6 ചോദ്യങ്ങളിൽ 3ാമത്തെ ചോദ്യം എന്തായിരുന്നു? ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായ കൃഷ്ണൻ. വേറെ ആരെക്കുറിച്ചും ചോദിച്ചില്ല. നൈമിഷാരണ്യത്തിലെ മുനിമാർ, ഋഷഭദേവൻ എന്ത് സംഭവിച്ചു, ശ്രീരാമചന്ദ്രമൂർത്തിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ മഹാദേവന് ഗണപതിക്ക് എന്ത് സംഭവിച്ചു? ഡയറക്ട്ലി അവരെന്താ ചോദിക്കുന്നത്? ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായ കൃഷ്ണൻ. തിരിച്ച് തിരിച്ച് കൃഷ്ണനെ കുറിച്ച് ആദ്യം തൊട്ട് അങ്ങനെയാ വരുന്നത്. ഭാഗവതം തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥനാ ശ്ലോകം എന്താണ്? ഓം നമോ ഭഗവതേ വാസുദേവായ. അവിടെ വേറെ ആരുമില്ല. ഡയറക്ട്ലി വാസുദേവൻ, വസുദേവരുടെ പുത്രനെ കുറിച്ചാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഈ ശ്ലോകത്തിലും. 1.2.7 വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ. ആ വസുദേവരുടെ പുത്രനായ വാസുദേവനായ ഭഗവാന്റെ അടുത്ത് ഭക്തിയോഗം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം. വൈരാഗ്യം, ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം, ഞാൻ എന്തും ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയം ഭക്തിയിൽ.
പിന്നെ അത് ചെയ്യാനുള്ള ജ്ഞാനം. ഭക്തിയിൽ എത്ര പേർക്ക് ഒരു കാരണവുമില്ലാതെ ചിലപ്പോ മടി തോന്നാറുണ്ട്? തലേന്നൊക്കെ പറയും ഞാൻ രാവിലെ 8 മണിക്ക് എണീറ്റിരിക്കും, എത്തിയിരിക്കും അവിടെ, ഈ സർവീസിന് വന്നിരിക്കും, അടുത്ത ദിവസം വിളിച്ച ഫോണേ എടുക്കില്ല. ഈ ഒരു ലീല എത്ര പേര് ചെയ്തിട്ടുണ്ട്? 4-5 പേരേ ഉള്ളൂ. ഒരു കാരണവും ഇല്ല. കാരണം എന്താണ്? നമുക്കിതൊക്കെ ശരിയാണെന്ന് അറിയാം, പക്ഷെ ആ വൈരാഗ്യമില്ല, ചെയ്യണം എന്നുള്ള ആ ഒരു ഉന്മേഷമില്ല. ഇത് രണ്ടും ശരിക്കും ജപം ചെയ്യാത്തത് കൊണ്ടാണ് ഇത് രണ്ടും ഇല്ലാത്തത്. ഏതാണ് ഈ രണ്ട് കാര്യം? വൈരാഗ്യവും ജ്ഞാനം. ഒരു നാട്ടില് 2 തവളയുണ്ടായി. തവള, ഒരു തവള ഓപ്റ്റിമിസ്റ്റിക് തവള, ഇനിയൊരു തവള പെസിമിസ്റ്റിക് തവള. ഓപ്റ്റിമിസ്റ്റിക്കിന് എന്താ പറയാ മലയാളത്തില്? ശുഭാപ്തി വിശ്വാസമുള്ള തവള. രണ്ടാമത്തത് പെസിമിസ്റ്റിക്. പെസിമിസ്റ്റിക് തവളക്ക് എന്ത് പറയും? പെസിമിസ്റ്റിക് തവള മലയാളത്തിൽ എന്ത് പറയും? നമ്മൾ എന്ത് പറഞ്ഞാലും പറയും പഠിക്കാം, അടുത്ത ആഴ്ച തൊട്ട് പഠിക്കാം, നീ ഇത് ചെയ്യോ? പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇവിടെ ചെയ്യാനില്ല. എന്ത് പറഞ്ഞാലും ഒരു 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 അലസത, ഒരു ഉന്മേഷം ഇല്ലാതെ. അതിനെന്താ പറയും മലയാളത്തില്? പെസിമിസം. പെസിമിസ്റ്റിക്. ഗൂഗിളിൽ നോക്കാം. ശരി, ഗൂഗിളിൽ എന്താ പറയണ പെസിമിസ്റ്റിക് തവളക്ക്? ഓഹോ, അതിന്റെ ഫ്രണ്ടിൽ ആ ചേർത്ത്. ശുഭാപ്തി വിശ്വാസിന്റെ ഫ്രണ്ടിൽ ആ ചേർത്ത്. അതെ, അതന്നെ. അതല്ല, അതിന് വേറെ വാക്കുണ്ടോന്നറിയില്ല. ഈ 2 തവളയും കൂടെ ഒരു വീട്ടിനകത്ത് കയറി തിന്നാനായിട്ട് ചാടി 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 ഒരു തൈരിന്റെ കലത്തിൽ കയറി. ഈ തൈര് നല്ല ഇങ്ങനെ ഉരുണ്ട കലമാണ്. ചാടി ആ കലത്തിന്റെ വിളുമ്പിൽ കയറിയിരുന്നു. അപ്പൊ കല എന്താ ഇങ്ങോട്ടാടി അങ്ങോട്ടാടിയപ്പോ 2 തവള അകത്ത് വീണു. അപ്പൊ ഈ ഓപ്റ്റിമിസ്റ്റിക് തവള പറയാണ്, ശുഭാപ്തി വിശ്വാസമുള്ള, ഒന്നും വിട്ടുകൊടുക്കില്ലേ, ഒന്നും ഇത് പറ്റിപ്പോയി, ശരിയാക്കാം നമുക്ക്, നീ അടി, എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാം. അടുത്ത തവള, തൈരി വീട് ചാവണോന്നാണ് എന്റെ. ഈ മരിക്കുന്ന കാലത്ത് തൈരും കുടിച്ച് മരിക്കണമല്ലോ. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേര്. ഉടനെ ഓപ്റ്റിമിസ്റ്റിക് തവള പറയാൻ, നീ അങ്ങനെ മനസ്സ് തളരാതെ ഒന്ന് ശ്രമിക്ക്, ഒന്ന് ഇട്ട് അടിച്ചാൽ മേലെ വരാം, പൊങ്ങി എന്തെങ്കിലൊക്കെ വരും, ആരെങ്കിലൊക്കെ വരും. ഇനി ചാവുന്ന നേരത്തെ എന്തിനാണാവോ കഷ്ടപ്പെടുന്നത്, തൈരും കുടിച്ച് മുങ്ങിച്ചാവണോന്നാണ്. അപ്പൊ ഈ പെസിമിസ്റ്റിക് തവള എന്ത് ചെയ്തു? ഒന്നും ശ്രമിക്കാതെ തൈരിനകത്ത് മുങ്ങി 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 ചത്തു. ഈ ഓപ്റ്റിമിസ്റ്റിക് തവള എന്ത് ചെയ്തു? തൈരിനെ ഇട്ട് അടിച്ച് അടിച്ച് അടിച്ച്. ഈ തൈരിനെ അടിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അതിനകത്തിരുന്ന് എന്ത് പൊങ്ങി വരും? മിൽമ തൈരടിച്ചാൽ ഒന്നും വരില്ല. നല്ല തൈരടിച്ചാൽ, പശുവിന്റെ തൈരടിക്കും തോറും അതിൽ നിന്ന് വെണ്ണ പന്തുപോലെ അങ്ങ് ഉരുണ്ട് വരും. ഈ ഓപ്റ്റിമിസ്റ്റിക് തവള അതിന്റെ പുറത്ത് ചാടി, കലത്തിന്റെ പുറത്ത് ചാടി. അപ്പോ തടസ്സം നമ്മുടെ മനസ്സ് തന്നെയാണ് ഭക്തിയിൽ തടസ്സം. ആ ഒരു വൈരാഗ്യം, അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, ജനയത്തി ആസു വൈരാഗ്യം. ശരിക്കും ഭഗവാൻ വാസുദേവന്റെ അടുത്ത് ഭക്തി ചെയ്യുന്ന ഒരാൾക്ക് ജനയത്തി ആസു വൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം. ആ ഒരു ഡിറ്റർമിനേഷൻ, ഒന്നുമേ തടസ്സപ്പെടുത്താത്ത ആ ഒരു വൈരാഗ്യം, ഭക്തി എന്നുള്ളത് ഉണ്ടായിരിക്കും. ഇനി ബാക്കി അടുത്ത വരുന്ന 4-5 ശ്ലോകങ്ങളും പരോധർമ്മം എന്താണെന്നുള്ളത് വിശദീകരിക്കും. എല്ലാം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറാണ്. ശൗനകാദി ഋഷികൾ സൂതപൗരാണികനിടം ചോദിച്ച 6 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? ജനത്തിന്റെ നന്മ എന്താണ്? അപ്പൊ അതിന്റെ ഉത്തരം പറയുന്നു, പരമമായ ധർമ്മം ചെയ്യണം. ആ ധർമ്മം എങ്ങനത്തതായിരിക്കണം? തടസ്സമില്ലാത്തതും ഫലം പ്രതീക്ഷിക്കാത്തതുമായിരിക്കണം. അതിപ്പോ 2 ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി ആ പരമധർമ്മം എന്താണെന്നാണ് അടുത്തു വരുന്ന ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത്. അത് നമ്മൾ ഇന്നെന്താ ദിവസം? ചൊവ്വ. ഈ ഞായറാഴ്ച രാവിലെയും ഉച്ചയ്ക്കും 2 സെഷൻ, രാവിലെ ഇവിടത്തെ സെഷനിലും ഉച്ചയ്ക്ക് തൈക്കാട് സെഷനിലും ഇത് ബാക്കിയുള്ള ഇതിന്റെ കണ്ടിന്യൂഷൻ വിവരിക്കും. പക്ഷെ അടുത്ത സെഷനിൽ വരുമ്പോ ഈ ചോദ്യങ്ങളൊക്കെ മറന്നിട്ട് വരരുത്. ഏത്? ചെറിയ ചെറിയ കാര്യമാണ്, എല്ലാരും അത് പഠിച്ചിട്ട് വരണം. ഓക്കെ. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം.